ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 ജൂൺ മാസം 9-ാം തീയതി വിശാഖം നക്ഷത്രമാണ്. വൈകാശി വിശാഖം. വൈകാശി മാസത്തിലെ വിശാഖം നക്ഷത്രത്തിലാണ് മുരുകസ്വാമിയുടെ ജനനം എന്നാണ് വിശ്വസിക്കുന്നത്. തമിഴ് ജനത ഈ ദിവസം വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടാറുണ്ട്. ഭഗവാന്റെ ജന്മദിനമാണ്. ഭഗവാന്റെ നക്ഷത്രം വിശാഖം. അന്നേ ദിവസം വേലായുധ സ്വാമിക്ക് പാലുകൊണ്ട് അഭിഷേകം ചെയ്യുന്നത് വളരെ ശ്രേയസ്കരമാണ് എന്നാണ് പറയുന്നത്. മുൻജന്മദോഷങ്ങൾ, കുടുംബദോഷങ്ങൾ, ജന്മദോഷങ്ങൾ, മാതാപിതാക്കളുടെ ദോഷങ്ങൾ, ഇതൊക്കെ തന്നെ മാറുന്നതിന് എന്തിനു പറയുന്നു, നമ്മുടെ തലയിലെഴുത്തുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ദോഷങ്ങൾ ഒക്കെ തന്നെ മാറുന്നതിന് അന്നേ ദിവസം ഭഗവാന് പാലഭിഷേകം ചെയ്യുന്നത് വളരെ ശ്രേയസ്കരമാണ് എന്ന് വിശ്വസിക്കുന്നു. ഭക്തജനങ്ങൾ അന്നേ ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഗ്രഹപ്പിഴകൾ കൊണ്ടുണ്ടായിരിക്കുന്ന ദോഷങ്ങൾ, മുൻജന്മ കർമ്മദോഷങ്ങൾ എന്നിവയ്ക്കൊക്കെ ശമനമുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഭഗവാൻ വേലായുധ സ്വാമി എന്തിനു വേണ്ടിയിട്ടാണ് അവതരിച്ചത്? ശൂരപത്മാസുരൻ്റെ പിടിയിൽ നിന്നും ത്രിലോകങ്ങളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചത്. ഭഗവാന്റെ അവതാര കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ക്ഷമയോടുകൂടി ഭക്തിയോടുകൂടി ഈ കഥ കേൾക്കണം. സ്കന്ദപുരാണത്തിൽ വളരെ വിശദമായി ഷഡാനന അവതാരം വർണ്ണിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ദക്ഷപുത്രിയായ സതീദേവിയുടെ വിയോഗത്തിനു ശേഷം ഭഗവാൻ തപസ്സിലാണ്. ശൂരപത്മാസുരൻ ഉൾപ്പെടെയുള്ള ചില അസുരന്മാരെ വധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശിവകുമാരന് മാത്രമേ അവരെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഭഗവാൻ മൗനത്തിലാണ്, സന്യാസത്തിലാണ്. ഭഗവാനെ ഉണർത്തുന്നതിനായിട്ട്, മറ്റൊരു വിവാഹത്തിന് പ്രേരിപ്പിക്കുന്നതിനായിട്ട് ദേവന്മാർ പരിശ്രമിച്ച ആ കഥയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നീടൊരവസരത്തിൽ ആ കഥകളൊക്കെ വീണ്ടും പറയാം. കാമദേവൻ്റെ മരണം, കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഭഗവാൻ മറ്റൊരു വിവാഹത്തിനായി തയ്യാറെടുക്കുന്നു. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? പാർവതീദേവിയെ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ആ വിവാഹം നടക്കുന്നു. പക്ഷേ പുത്രനുണ്ടാകുന്നില്ല. നമുക്ക് ആ കഥാഭാഗത്തിലേക്ക് പോകാം. ശൂരപത്മാസുരൻ്റെ പിടിയിൽ നിന്നും ത്രിലോകങ്ങളെയും മോചിപ്പിക്കുന്നതിന് ശിവപാർവതിമാർക്ക് ഒരു കുമാരൻ ജനിക്കേണ്ടതായിട്ടുണ്ട്. ശിവന്റെയും പാർവതിയുടെയും പരിണയം നടന്നിട്ട് വളരെ കാലം കഴിഞ്ഞിട്ടും ഭഗവാന്റെ മൗനനിഷ്ഠയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇത് ദേവന്മാരിലും മഹർഷിമാരിലും അത്ഭുതവും അമ്പരപ്പും ഉണ്ടാക്കി. ശ്രീ പാർവതീദേവിയെ ഭഗവാൻ ജീവിതസഖിയായി സ്വീകരിച്ചു കഴിയുന്നതോടുകൂടി ഭഗവാന്റെ വ്രതനിഷ്ഠയ്ക്ക് ഭംഗം സംഭവിക്കുമെന്നും കുമാരൻ്റെ ജനനം ഉണ്ടാകും എന്നും വിശ്വസിച്ച് സമാധാനത്തോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും കഴിഞ്ഞിരുന്ന ദേവന്മാർക്ക് ഇപ്പോൾ ഇച്ഛാഭംഗം ഉണ്ടായിരിക്കുകയാണ്. ശിവശക്തിമാരുടെ കുമാരനു മാത്രമേ ശൂരപത്മാസുരനും മറ്റസുരന്മാരെയും വധിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണല്ലോ വിധി. അങ്ങനെ സാധിച്ചാൽ മാത്രമേ തങ്ങൾക്കുണ്ടായിരിക്കുന്ന ഈ നിത്യ ദുരിതത്തിന് അറുതി വരികയുള്ളൂ. പക്ഷേ ചന്ദ്രകലാധരൻ ഒന്നും അറിയാത്തവനെ പോലെ ഇപ്പോഴും തപസ്സനുഷ്ഠിച്ച് കഴിയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ദേവന്മാർക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. പാർവതി പരിണയത്തിനു ശേഷവും ഭഗവാൻ മൗനനിഷ്ഠ തുടർന്നു പോരുന്നതിൻ്റെ കാരണം എന്താണ്? മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ഇന്ദ്രനും മറ്റു ദേവഗണങ്ങളും ഒക്കെ തന്നെ തല
മഹാമേരു പർവ്വതത്തിൽ അവർ കൂടിയിരുന്ന് ഈ വിഷയം ചർച്ച ചെയ്തു. പ്രതിസന്ധികൾ അധികം നേരിട്ട് പരിചയിച്ചിട്ടില്ലാത്തവരാണ് ദേവന്മാർ. അവർ സുഖിമാന്മാരാണ്. ദുഃഖവും ദുരിതവും അവർക്ക് പേടിയാണ്. സുഖഭോഗങ്ങളിൽ മുഴുകിക്കഴിയുമ്പോൾ അറിയാതെ ചെയ്യുന്ന ദൈവനിന്ദയ്ക്കും ദുഷ്കർമ്മങ്ങൾക്കും പകരം തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പലപ്പോഴും അവർ മറന്നുപോകുന്നു. ഇപ്പോൾ അനുഭവിക്കുന്ന അടിമത്തവും ദുരിതവും കർമ്മഫലങ്ങൾ തന്നെ. എങ്കിലും തെറ്റുകുറ്റങ്ങൾ തിരിച്ചറിയുകയും ഏറ്റുപറയുകയും പ്രതിവിധിക്കായി അവർ ആവത് പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഇനിയും പ്രപഞ്ചനാഥനായ ഭഗവാൻ മഹേശ്വരൻ ഉറക്കം നടിക്കുന്നത് എന്ത് എന്ന് അവർ ആവലാതിപ്പെട്ടു. പാപഭാരം കുറയുമ്പോൾ കർമ്മഫലങ്ങൾ അകന്ന് സമാധാനം കൈവരേണ്ടതാണ്. എന്നാൽ തങ്ങളുടെ കാര്യത്തിൽ അത് സാധ്യമാകുന്നില്ല. തങ്ങൾ ഇനിയും സർവേശ്വരനെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് അവർ തീരുമാനിക്കുന്നു. എന്നാൽ സർവേശ്വര പ്രീതി നേടേണ്ടത് എപ്രകാരമാണെന്ന് അവർക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഇക്കാര്യത്തിൽ ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത്. മഹാമേരു പർവ്വതത്തിലെ ദേവസമ്മേളനത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് ബ്രഹ്മദേവനായിരുന്നു. അദ്ദേഹം ഇപ്രകാരം അഭിപ്രായപ്പെട്ടു: ഇഷ്ടവരദാനം ചെയ്യുന്നവനാണ് ഭഗവാൻ. എന്നാൽ അത് ദുഷ്ടന്മാർക്ക് ലഭിക്കുമ്പോൾ ത്രിലോകങ്ങൾക്കും ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു. ഇവിടെ ശൂരപത്മാസുരന് വരം നൽകിയ ഭഗവാൻ തന്നെ നമ്മുടെ രക്ഷിതാവായും ഭവിക്കേണ്ടതായിട്ടുണ്ട്. അരയാൽ വൃക്ഷച്ചുവട്ടിൽ ചിന്മുദ്രാധാരിയായിരുന്ന ശ്രീ പരമേശ്വരൻ നമ്മുടെ പ്രാർത്ഥനയിൽ പ്രീതനായി പരിഹാരം നിർദ്ദേശിച്ചിരുന്നതാണ്. പാർവതീദേവിയുമായിട്ടുള്ള വിവാഹത്തിനു ശേഷം കുമാരൻ ജനിക്കുമെന്നും ആ കുമാരൻ അസുരന്മാരെ വധിക്കുമെന്നും നമ്മുടെ അടിമത്തം അവസാനിപ്പിക്കുമെന്നും ഭഗവാൻ നമുക്ക് വരം നൽകിയതുമാണ്. പക്ഷേ ഭഗവാൻ പരാശക്തിയായ മഹാദേവിയെ പരിണയം ചെയ്തിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോഴും ഭഗവാൻ യോഗനിദ്രയിലും ദേവി കന്യകയായും തുടരുന്നു. അദ്ദേഹത്തെ യോഗനിദ്രയിൽ നിന്നും ഉണർത്തണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്. എന്നാൽ അതിനു മുമ്പായി ശിവസവിധത്തിൽ പോയി ആരെങ്കിലും അവിടുത്തെ ഗതിവിഗതികൾ അറിഞ്ഞു വരേണ്ടതായിട്ടുണ്ട്. ഈ ദൗത്യം നിർവഹിക്കുവാൻ സർവദാ യോഗ്യൻ വായുദേവനാണ്. ഇതാണ് എൻ്റെ അഭിപ്രായം. ബ്രഹ്മദേവന്റെ വാക്കുകൾ കേട്ടപ്പോൾ വായുദേവൻ പേടിച്ചു. അങ്ങ് എന്താണ് പറയുന്നത്? കാമദേവന് സംഭവിച്ചത് അങ്ങേക്കറിയില്ലേ? എനിക്കും ആ ഗതി വരണമെന്നാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? ഇങ്ങനെ വായുദേവൻ ബ്രഹ്മദേവനോട് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ബ്രഹ്മദേവൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. എന്നിട്ട് ബ്രഹ്മദേവൻ ചില പഴയ കഥകളൊക്കെ വായുദേവനെ പറഞ്ഞ് ഓർമ്മിപ്പിച്ചു. എന്താണ് ആ പറഞ്ഞത്? പണ്ട് വായു ഭഗവാനും ആദിശേഷനും തമ്മിൽ തങ്ങളിൽ ആരാണ് കൂടുതൽ ശക്തൻ എന്ന കാര്യത്തിൽ ഒരു തർക്കമുണ്ടായി. തർക്കം മൂത്ത് രോഷാകുലനായി വായുദേവൻ ആദിശേഷൻ അധീനപ്പെടുത്തിയിരുന്ന മഹാമേരു ശൃംഗങ്ങളെ ചുഴറ്റി പറിച്ചെടുത്ത് കടലിൽ എറിഞ്ഞു കളഞ്ഞു. ഇത്ര ശക്തനായ ഒരാൾ പൊതു നന്മയ്ക്കായിട്ടുള്ള ഒരു ദൗത്യത്തിൽ അധൈര്യപ്പെടുന്നത് ശരിയല്ല. മാത്രവുമല്ല, ശക്തി പരീക്ഷണത്തിനു വേണ്ടിയല്ലല്ലോ ഇപ്പോൾ അദ്ദേഹത്തിനോട് ശിവസന്നിധിയിൽ പോകാൻ ആവശ്യപ്പെടുന്നത്. എങ്ങനെയെങ്കിലും കൈലാസത്തിലെത്തി ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താണ് എന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് സാധിക്കുന്നത് ഈ അവസ്ഥയിൽ വായുദേവന് മാത്രമാണ്. ഇങ്ങനെയൊക്കെ ബ്രഹ്മദേവൻ വായുദേവനോട് പറഞ്ഞിട്ടും വായുദേവന് യാതൊരു കുലുക്കവും ഇല്ല. കൈലാസമെന്നും കാവൽക്കാരനായ നന്ദി എന്ന് കേൾക്കുമ്പോഴുമൊക്കെ വായുദേവന് പേടിയാണ്. അദ്ദേഹം വിറച്ചുപോയി. അങ്ങനെയാണെങ്കിൽ മഹാദേവനായ ശ്രീ പരമേശ്വരനെ കുറിച്ച് ഓർക്കുമ്പോൾ എത്ര ശക്തനാണെങ്കിലും അങ്ങോട്ടടുക്കുവാൻ ആർക്കാണ് ധൈര്യം? വായുദേവൻ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ
ബ്രഹ്മദേവൻ അദ്ദേഹത്തിൻ്റെ ശക്തിയെ വാഴ്ത്തി സ്തുതിച്ചു തുടങ്ങി. അങ്ങനെ ഒന്ന് പ്രേരിപ്പിക്കുകയാണ്. താങ്കൾ വലിയവനാണ്, ശക്തിമാനാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ചു. പക്ഷേ ഒരു രക്ഷയുമില്ല. വായുദേവൻ സമ്മതിക്കുന്നില്ല. അവസാനം വായുദേവനോടൊരു ഭീഷണി എന്ന തരത്തിൽ ബ്രഹ്മദേവൻ സംസാരിച്ചു. ബ്രഹ്മദേവൻ്റെ വാക്കുകളിൽ ഒരു ഭീഷണി ഉണ്ട് എന്ന് വായുദേവൻ തിരിച്ചറിഞ്ഞു. തൻ്റെ ഇച്ഛയ്ക്ക് എതിരായി ശിവനിന്ദ ചെയ്യുവാൻ താൻ നിർബന്ധിതനാവുകയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഒടുവിൽ സഹികെട്ട് എന്തും സംഭവിച്ചു കൊള്ളട്ടെ എന്നുറപ്പിച്ചുകൊണ്ട് വായു ഭഗവാൻ ശിവസന്നിധിയിലേക്ക് യാത്രയായി. കൈലാസാദ്രിയുടെ താഴ്വരകളിൽ മതിച്ചൊഴുകുന്ന പുണ്യ സരസ്സുകളെ തഴുകി കുസുമ ആരാമങ്ങളിലെ സുഗന്ധം ഒപ്പിയെടുത്ത് വായുദേവൻ കൈലാസത്തിൽ എത്തിച്ചേർന്നു. എന്നാൽ ശിവശക്തിമാർക്ക് കണ്ണിൽ എണ്ണയൊഴിച്ച് കാവൽ നിന്നിരുന്ന നന്ദീശ്വരൻ വായു ഭഗവാന്റെ അകത്തേക്കുള്ള പ്രവേശനം തടഞ്ഞു. നന്ദീശ്വരൻ്റെ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം കേട്ട് വായുദേവൻ ഞെട്ടിപ്പോയി. അരൂപിയായി ശിവസന്നിധിയിൽ എത്താമെന്നുള്ള അതിമോഹം വെടിഞ്ഞ് വായുദേവൻ സ്വയം രൂപം പ്രാപിച്ച് നന്ദീശ്വരനെ പ്രണമിച്ചു. തുടർന്ന് താൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ച് അദ്ദേഹം നന്ദീശ്വരനെ ധരിപ്പിച്ചു. മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ഇന്ദ്രാദി ദേവന്മാരും ശ്രീ പരമേശ്വരനെ വന്നു കാണുന്നതിന് നിശ്ചയിച്ചിരിക്കുകയാണെന്നും അതിനു മുമ്പ് സർവേശ്വരൻ്റെ ഇപ്പോഴത്തെ നില അറിഞ്ഞു വരുന്നതിന് അവർ തന്നെ നിയോഗിച്ചതാണ് എന്നും അദ്ദേഹം ഭഗവാന്റെ കാവൽക്കാരനെ അറിയിച്ചു. ഒപ്പം തൻ്റെ ആഗമനത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയിക്കാതിരുന്നതിന് അദ്ദേഹത്തിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. വായുദേവന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലായപ്പോൾ നന്ദികേശൻ അടങ്ങി. അദ്ദേഹം വായുദേവനോട് ക്ഷമിച്ചു. എന്നാൽ ഒരു കാരണവശാലും ഭഗവാന്റെ സന്നിധിയിൽ കടക്കുന്നതിന് അനുവാദം കൊടുത്തില്ല. അസാധ്യമായ കാര്യത്തിന് കോപ്പുകൂട്ടാതെ എത്രയും വേഗം മടങ്ങിപ്പൊയ്ക്കൊള്ളുവാൻ നന്ദിദേവൻ വായു ഭഗവാനോട് കൽപ്പിച്ചു. നിരാശനും അപമാനിതനുമായ വായു ഭഗവാൻ മഹാമേരു പർവ്വതത്തിൽ മടങ്ങിയെത്തി അവിടെ സമ്മേളിച്ചിരുന്നവരെ ഈ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു. കൈലാസത്തിലെത്തിയതും അരൂപിയായി ദേവസന്നിധിയിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ കാവൽ ദേവന്റെ പിടിയിൽ അകപ്പെട്ടതും അദ്ദേഹം അവർക്ക് വിവരിച്ചു കൊടുത്തു. മുൻജന്മ സുഹൃതം കൊണ്ട് മാത്രമാണ് അവിടെ നിന്നും രക്ഷപ്പെട്ടത് എന്ന് വായുദേവൻ ദേവന്മാരോട് പറഞ്ഞു. വായുദേവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ഇനി എന്തു ചെയ്യും എന്നോർത്ത് വിഷമിച്ചു. അതിനുശേഷം അവരെല്ലാവരും കൂടി കൈലാസത്തിലെത്തി ഭക്തിയോടുകൂടി മഹാദേവനെ സ്തുതിച്ച് പ്രത്യക്ഷപ്പെടുത്താൻ തീരുമാനിച്ചു. ഇത് മാത്രമാണ് ഏക വഴി എന്ന് അവർ മനസ്സിലാക്കി. സകല തിന്മകളുടെയും മൂർത്തി രൂപമായ ശൂരപത്മാസുരൻ്റെയും അവൻ്റെ ഗണങ്ങളുടെയും ദാസ്യവേലകൾ ചെയ്ത് അപമാനിതരായി ജീവിക്കുന്നതിലും ഭേദം പരമാത്മാവായ ഭഗവാന്റെ കൃപാകടാക്ഷത്തിനായി പ്രാർത്ഥിച്ചു ജീവിതം തള്ളി നീക്കുന്നതാണ് നല്ലത് എന്ന് അവർ തീരുമാനിച്ചു. കൈലാസത്തിലെത്തിയ ശേഷം ദേവന്മാർ നന്ദികേശന്റെ അനുവാദം വാങ്ങി ശിവപാർവതിമാർ ഇരുന്ന് അരുളുന്ന മണ്ഡപത്തിൽ എത്തിച്ചേർന്നു. ദേവന്മാരുടെ കണ്ഠത്തിൽ നിന്നും ഹരന്റെ സ്തുതികളും മന്ത്രങ്ങളും ഉതിർന്നു. കൈലാസത്തിൽ നിന്നുയർന്ന പഞ്ചാക്ഷരി ജപം പ്രപഞ്ചമെങ്ങും പ്രതിധ്വനിച്ചു. കാരുണ്യമൂർത്തിയായ ശ്രീ പരമേശ്വരൻ ഉമയോടൊപ്പം ദേവന്മാർക്ക് ദർശനമരുളി. വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണല്ലോ ഭഗവാൻ. മായാബദ്ധരായി തൻ്റെ നിസ്സംഗതയിൽ ഭീതരായി കുമാരജനനത്തിനു വേണ്ടി തന്നെ ഉണർത്താനെത്തിയിരിക്കുന്ന ദേവന്മാരെ അദ്ദേഹം നോക്കി. അദ്ദേഹം പുഞ്ചിരിച്ചു. അതിനുശേഷം എന്തു വരമാണ് വേണ്ടതെന്ന് അവരോട് ആരാഞ്ഞു. ദേവന്മാർക്ക് ആശ്വാസമായി. അവർ തങ്ങളുടെ സങ്കടം അദ്ദേഹത്തിനോട് പറഞ്ഞു. മുമ്പ് ഭഗവാന്റെ കൃപയാൽ തങ്ങൾ അനുഭവിച്ചിരുന്ന സുഖവും സമാധാനവും വീണ്ടും നൽകേണമേ എന്ന് അവർ ഭഗവാനോട് അപേക്ഷിച്ചു. അസുരന്മാരുടെ ആധിപത്യം നരകതുല്യമാണ്.
അതിൽ നിന്നും ഒരു മോചനം ഞങ്ങൾക്ക് തരണം. ഭഗവാൻ നിസ്സംഗത വെടിഞ്ഞ് കുമാരജനനത്തിന് സമ്മതിക്കണം. ഞങ്ങളെ രക്ഷിക്കണം. ഇങ്ങനെ ദേവന്മാരുടെ പ്രാർത്ഥന കേട്ടപ്പോൾ ഭഗവാന്റെ മനസ്സ് അലിഞ്ഞു. അവരുടെ പ്രാർത്ഥന കൈക്കൊണ്ട് വൈകാതെ തന്നെ കുമാരൻ ജനിക്കും എന്ന് അവരോട് ഭഗവാൻ പറഞ്ഞു. എന്നാൽ അതുവരെയും ശാന്തസ്വരൂപിയായി കാണപ്പെട്ടിരുന്ന ശ്രീ പരമേശ്വരൻ ക്രമേണ രൗദ്രരൂപിയായി മാറി. ഭഗവാന്റെ ആ ഭാവഭേദത്തിൽ പ്രപഞ്ചമാകെ നടുങ്ങി വിറച്ചു. എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് അറിയാതെ ദേവന്മാർ ഭയന്നു വിറച്ചു. ആകാശം ഇരുണ്ടു, ഇടിമുഴങ്ങി, മിന്നലുകൾ ചിതറി, സമുദ്രങ്ങൾ ആർത്തിരമ്പി. പഞ്ചമുഖനായി കാണപ്പെടുന്ന മഹാദേവൻ ജ്ഞാനികളും യോഗികളും മാത്രം കണ്ടറിഞ്ഞിരുന്ന അധോമുഖമുൾപ്പെടെ 6 ദിവ്യമുഖനായി പ്രത്യക്ഷപ്പെട്ടു. പഞ്ചാഗ്നി മധ്യത്തിൽ നിന്ന് അരുളിയിരുന്ന ശ്രീ ഗംഗാധരൻ്റെ 6 മുഖങ്ങളിലെ നെറ്റിക്കണ്ണുകളിൽ നിന്ന് തീപ്പൊരികൾ ചിതറി. ആ അഗ്നിസ്ഫുലിംഗങ്ങൾ സകല ചരാചരങ്ങളെയും വിറപ്പിച്ചുകൊണ്ട് 6 സ്ഥാനങ്ങളിൽ സ്വർണവർണ്ണ പ്രഭ വിതറി ആളിപ്പടർന്നു നിന്നു. ആ അവതാരങ്ങളിൽ കൂടി അത്ഭുതങ്ങൾ അനേകം സംഭവിച്ചു. എങ്കിലും ഒരൊറ്റ ജീവനു പോലും ആപത്ത് സംഭവിച്ചില്ല. ചരാചരങ്ങളെ മാത്രമല്ല ആ ദിവ്യ ജ്യോതിസുകൾ നടുക്കി വിറപ്പിച്ചത് ഭഗവാന്റെ വാമഭാഗമെന്ന് വിളിക്കപ്പെട്ടു പോരുന്ന ശ്രീ പാർവതീ ദേവിയിൽ പോലും അവ ഭയപ്പാട് ഉണ്ടാക്കി. ദേവി തൻ്റെ പാതാരവിന്ദങ്ങളിൽ ധരിച്ചിരുന്ന നവരത്ന ചിലമ്പുകൾ കിലുങ്ങുമാറ് സിംഹാസനത്തിൽ നിന്നും ഇറങ്ങി അന്തഃപുരം ലക്ഷ്യമാക്കി വേഗത്തിൽ ഓടി. അപ്പോൾ ദേവിയുടെ തൃപ്പാദത്തിൽ ചാർത്തിയ ചിലമ്പുകൾ തറയിൽ വീണുടഞ്ഞ് അവയിലെ നവരത്നങ്ങൾ അങ്ങിങ്ങായി തെറിച്ചു വീണു. ആ ശിവ തേജസ്സിനു മുമ്പിൽ ദേവന്മാർക്ക് പോലും നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ കാളകൂട വിഷത്തെ ദർശിച്ച ഭയത്തോടുകൂടി ഓടി മറഞ്ഞു. അഗ്നിജ്വാലയിൽ നിന്നും എങ്ങനെയെങ്കിലും പ്രപഞ്ചവാസികളെ രക്ഷിക്കണമല്ലോ എന്ന് കരുതി ദേവേന്ദ്രൻ മഹാദേവനെ സ്തുതിച്ചു. മഹാദേവ, ക്രൂരന്മായ അസുരന്മാർക്കടിമകളായി ദുഃഖമനുഭവിച്ചു പോരുന്നവരാണ് ഞങ്ങൾ. ആ ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനായി അവിടുത്തേക്കൊരു പുത്രൻ പിറക്കണം എന്നാണ് അടിയങ്ങൾ ആഗ്രഹിച്ചത്, പ്രാർത്ഥിച്ചത്. അതിനു പകരമായി അവിടുന്ന് കനിഞ്ഞു നൽകിയിരിക്കുന്നത് എന്താണ്? സംഹാരരൂപമായി ദർശനമരുളുന്ന തേജോ നികുഞ്ചവും. ശങ്കര ഭഗവാനെ, ഇതാണോ അടിയങ്ങൾക്ക് അവിടുന്ന് നൽകുന്നത്? അടിയങ്ങൾ എന്ത് അപരാധമാണ് ചെയ്തത്? അവിടുത്തെ നേത്രങ്ങളിൽ നിന്നും ഉത്ഭവിച്ചിരിക്കുന്ന ഈ തീപ്പൊരികൾ ത്രിലോകങ്ങളെയും നീറ്റുകയാണ്. ആ ഉഗ്രജ്വാലയേറ്റ് ജീവരാശികൾ പരിതപിക്കുകയാണ്. തെറ്റുകുറ്റങ്ങൾ പുറത്ത് അടിയങ്ങളോട് ദയ കാട്ടേണമേ എന്ന് ദേവേന്ദ്രൻ പ്രാർത്ഥിച്ചു. തുടർന്ന് മറ്റു ദേവന്മാരും ബ്രഹ്മദേവനും മഹാവിഷ്ണുവും ഗംഗാധരനോട് പ്രാർത്ഥിച്ചു. അതോടെ 6 തേജോവദനങ്ങളോടെ ജ്വലന ഭീമാകാരനായി ദർശനം അരുളി നിന്നിരുന്ന ശ്രീ ഗംഗാധരൻ ഏകമുഖത്തോടു കൂടി ദിവ്യനായി ശാന്തനായി കാണപ്പെട്ടു. തൻ്റെ തൃക്കണ്ണുകളിൽ നിന്നും ബഹിർഗമിച്ച അഗ്നിജ്വാലകൾ തൻ്റെ മുമ്പിൽ വരട്ടെ എന്ന് ഈശ്വരൻ മനസ്സിൽ ചിന്തിച്ചു. പ്രപഞ്ചമെങ്ങും പരന്നു ജ്വലിച്ചു നിന്നിരുന്ന ആ ശിവാഗ്നി നാളങ്ങൾ ഉടൻ തന്നെ 6 രൂപങ്ങൾ പ്രാപിച്ച് ഭഗവാന്റെ മുമ്പിൽ ഭവ്യതയോടുകൂടി വണങ്ങി നിന്നു. ദിവ്യപ്രഭ ചൊരിയുന്ന ആ ഷഡ്ജ്യോതിസുകളെ വീക്ഷിച്ച് പരമേശ്വരൻ മന്ദഹസിച്ചു. ദേവന്മാർ ആശ്വസിച്ചു. അഗ്നിദേവനെയും വായുദേവനെയും മഹേശ്വരൻ അരികിൽ വിളിച്ചു. എന്നിട്ട് ഇപ്രകാരം അരുളി ചെയ്തു: ദേവന്മാരെ, ഈ ശിവജ്യോതിസുകളെ കൈകളിൽ വഹിച്ച് നിങ്ങൾ ഗംഗാനദിയിൽ ഒഴുക്കിയാലും ഗംഗാദേവി ഈ പ്രഭാപൂരങ്ങളെ ശരവണപ്പൊയ്കയിൽ എത്തിക്കുന്നതാണ്.
ഇങ്ങനെ മഹാദേവൻ പറഞ്ഞപ്പോൾ ദേവന്മാർ ഭയപ്പെട്ടു. ക്ഷണനേരം കൊണ്ട് ത്രിലോകങ്ങളെയും ഭസ്മീകരിക്കുന്നതിനു വേണ്ടി ഭഗവാൻ സൃഷ്ടിച്ച അതിനത്രയും ശക്തിയുള്ള ഈ ജ്യോതിസ്സുകളെ, ഈ ശക്തികളെ എങ്ങനെ അടിയങ്ങൾ വഹിച്ചു കൊണ്ടുപോകും? അവർ ചോദിക്കുകയാണ് ഭഗവാനോട്, ഭഗവാനെ, ഞങ്ങൾ എങ്ങനെ ഇത് ചെയ്യും? അപ്പോൾ മഹാദേവൻ അവരെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് ഇങ്ങനെ അരുളി ചെയ്തു: അഗ്നിദേവ, വായുദേവ, ഭയാശങ്കകൾ വെടിഞ്ഞാലും ഈ ത്രിഭുവനങ്ങളെയും വഹിക്കുവാനുള്ള ദിവ്യശക്തി നാം നിങ്ങൾക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. അഗ്നിസ്ഫുലിംഗങ്ങളെ വഹിച്ചുകൊണ്ട് ഗംഗാനദിയിലേക്ക് പുറപ്പെട്ടാലും ഈ ജ്യോതിസ്സുകൾ ഗംഗാനദി വഴി ശരവണപ്പൊയ്കയെ പ്രാപിച്ച് കുമാരനായി, സർവശക്തനായി, അറുമുഖനായി അവതരിക്കുന്നതാണ്. ആ കുമാരൻ ശൂരപത്മാദി അസുരന്മാരെ നിഗ്രഹിച്ച് നിങ്ങൾക്ക് അഭയം നൽകുന്നതാണ്. ഇത് കേട്ടപ്പോൾ എല്ലാവരും ആഹ്ലാദിച്ചു. ദേവന്മാർ ഹരഹര മഹാദേവ എന്ന് പരമേശ്വരനെ സ്തുതിച്ച് കൈലാസാദ്രിയിൽ നിന്നും യാത്ര തിരിച്ചു. ഈശ്വരൻ്റെ കൽപ്പന ശിരസാവഹിച്ച വായുദേവനും അഗ്നിദേവനും ജീവജ്യോതിസ്സുകളെ കൈകളിൽ വഹിച്ചുകൊണ്ട് ഗംഗാനദി ലക്ഷ്യമാക്കി പുറപ്പെട്ടു. മഹാവിഷ്ണു, ബ്രഹ്മദേവൻ, ദേവേന്ദ്രൻ മുതലായ ദേവന്മാർ ആഹ്ലാദത്തോടുകൂടി കുമാരൻ്റെ ജനനം ദർശിക്കുന്നതിനായി വായുദേവനെ അനുഗമിച്ചു. ഒരു നാഴിക നേരം കടന്നു. ശിവാഗ്നി ചൊരിയുന്ന താപം സഹിക്കവയ്യാതെ വിഷമിച്ച വായുദേവൻ ആ അഗ്നിസ്ഫുലിംഗങ്ങൾ അഗ്നിദേവനെ ഏൽപ്പിച്ചു. ഒരു നാഴിക പിന്നിട്ടപ്പോൾ അഗ്നിദേവൻ തിരികെ വായുദേവനെ ഏൽപ്പിച്ചു. ഇങ്ങനെ ശിവോത്ഭവ ജ്യോതിസിനെ വായുദേവനും അഗ്നിദേവനും മാറി മാറി വഹിച്ചുകൊണ്ട് ഭയഭക്തി പുരസ്സരം ഗംഗാതീർത്ഥത്തിൻ്റെ അടുത്തെത്തിച്ചേർന്നു. അവരത് ഗംഗാനദിയിൽ അർപ്പിച്ചു. അതോടുകൂടി ആ ശിവജ്യോതിസിൻ്റെ താപത്താൽ ഗംഗാദേവി ഗംഗാജലം തിളച്ചു മറിഞ്ഞു. ഗംഗാദേവി ശിവജ്യോതിസ്സുകളെ ശ്രദ്ധയോടുകൂടി ശരവണപ്പൊയ്കയിൽ നിക്ഷേപിച്ചു. ദേവന്മാർ ആ ശരവണപ്പൊയ്കയ്ക്കു ചുറ്റിലും കാവൽ നിന്നു. അരൂപമായും രൂപമായും ആദിയായും അനാദിയായും ഒന്നായും മൂന്നായും പലതായും പരബ്രഹ്മമായും കാണപ്പെട്ട പരമേശ്വര ജ്യോതിസ് ഒരു ശിശുവിൻ്റെ ഉടലായി പരിണമിച്ചു. പരാത്പര പ്രഭ ചൊരിയുന്ന 6 തിരുമുഖങ്ങളും 6 ഭുജങ്ങളും കൊണ്ട് ലോകരക്ഷാമൂർത്തിയായ ശ്രീ മുരുകദേവൻ ശരവണപ്പൊയ്കയിൽ അവതരിച്ചു. അത്ഭുതകരമായ ആ സന്തോഷവാർത്ത പ്രപഞ്ചം മുഴുവനും അറിയപ്പെടുമാറ് ദേവദുന്ദുഭികൾ മുഴങ്ങി. നഭോമണ്ഡലം ഭക്തിയുടെ പരമാനന്ദ ലഹരിയിൽ കോരിത്തരിച്ചു. മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ഇന്ദ്രാദി ദേവതകളും മഹർഷി വര്യന്മാരും ആനന്ദിച്ചു. അവർ പുഷ്പവൃഷ്ടി ചെയ്തു. ത്രിലോക ജീവരാശികൾ ആനന്ദ നൃത്തം ചവിട്ടി. പൂക്കാത്ത ലതകളെല്ലാം പൂത്തുലഞ്ഞു. കായ്ക്കാത്ത വൃക്ഷങ്ങളിൽ കനി നിറഞ്ഞു. വന്ധ്യകളായ സ്ത്രീകൾ ഗർഭിണികളായി. മുടന്തന്മാർക്ക് പാദങ്ങൾ സിദ്ധിച്ചു. ബധിരന്മാർക്ക് ആണ്ടവ സ്തുതിഗീതങ്ങൾ കേൾക്കാൻ സാധിക്കുന്നതായി. മൂകന്മാർ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ആത്മനിർവൃതി കൊണ്ടു. അന്ധന്മാർ പ്രപഞ്ച ജ്യോതിസുകളെ വീക്ഷിച്ച് ജന്മസാഫല്യം പ്രാപിച്ചു. അങ്ങനെ കുമാരൻ്റെ ജനന മഹിമയിൽ ത്രിലോകവാസികൾക്കും ഈശ്വര ചൈതന്യത്തിൻ്റെ പ്രഭാവ മഹിമ അറിയുവാൻ സാധിച്ചു. ഈ സമയത്ത് അസുരന്മാരുടെ നഗരങ്ങളിൽ ചില ദുർനിമിത്തങ്ങൾ കാണാനിടയായി. ഹരേ കൃഷ്ണ. ഇതാണ് സ്കന്ദപുരാണത്തിൽ വർണ്ണിച്ചിരിക്കുന്ന കുമാരജനനം. പിന്നീട് കുമാരൻ്റെ വിജയയാത്രയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശൂരപത്മാസുരനെയും താരകാസുരനെയും ഒക്കെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി പിന്നീട് അങ്ങോട്ട് ഭഗവാൻ യാത്ര ചെയ്തു.
ഈ കഥകളൊക്കെ സ്കന്ദപുരാണത്തിൽ വളരെ വിശദമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. താരകാസുരനെയും ശൂരപത്മാസുരനെയും ഒക്കെ ഭഗവാൻ വധിക്കുന്നു. പിന്നീട് ഭഗവാന്റെ വിവാഹങ്ങൾ, 2 വിവാഹങ്ങൾ. ദേവരാജാവായ ഇന്ദ്രൻ്റെ പുത്രി ദേവസേനയെ മുരുകദേവൻ വിവാഹം കഴിക്കുന്നു. അതിനുശേഷം വള്ളീദേവിയെ വിവാഹം കഴിക്കുന്നു. വളരെ മനോഹരമായ കഥകളാണ് ഇതൊക്കെ. നമ്മൾ ഇതിനു മുമ്പ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരവസരത്തിൽ സ്കന്ദപുരാണം വീണ്ടും പറയാം. നിങ്ങൾക്ക് ഭഗവാൻ ശരവണപ്പൊയ്കയിൽ ജനിച്ച ആ ഭാഗം ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ആ ശരവണപ്പൊയ്കയിൽ ജനിച്ച ഭഗവാനെ വളർത്തിയതാരാണ്? കാർത്തികമാരാണ്. അതുകൊണ്ടാണ് ഭഗവാന് കാർത്തികേയൻ എന്ന നാമം സിദ്ധിച്ചത്. ഭഗവാന്റെ തിരുനാളായ വിശാഖം നക്ഷത്രം അത് ജൂൺ മാസം 9-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം നിത്യദുരിതം അനുഭവിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ഭഗവാനെ വ്രതമെടുത്തു പ്രാർത്ഥിച്ചാൽ അവരുടെ ദോഷങ്ങൾക്ക് അറുതിയുണ്ടാകും. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അമ്മമാർ, മുൻജന്മ ദോഷങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, അതല്ല ഇപ്പോൾ മനസമാധാനമായി ജീവിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, അങ്ങനെയുള്ള ആളുകൾ നാളെ ഒരു ദോഷവും നമുക്കുണ്ടാകരുത്, നമ്മുടെ കർമ്മദോഷങ്ങൾ മാറി നമുക്ക് മുമ്പോട്ട് പോകണം. അതുപോലെ ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദോഷങ്ങളൊന്നും ചെയ്യരുത്, മോക്ഷമാണ് ആഗ്രഹിക്കുന്നത്. നല്ലവരായി ജീവിക്കുവാൻ, നല്ല കുടുംബ അന്തരീക്ഷമുണ്ടാകാൻ, നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ, കുഞ്ഞുങ്ങൾക്ക് സൽഗതി ഉണ്ടാകാൻ, ഇതിനൊക്കെ വേണ്ടി എല്ലാവരും അന്നേ ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിച്ചോളൂ. ഒരിക്കലുണ്ട് നിങ്ങൾക്ക് ഷഷ്ടിയൊക്കെ എടുക്കുന്നത് പോലെ വ്രതമെടുക്കാം, അതല്ലെങ്കിൽ ഉപവസിക്കാം, നമ്മുടെ ഇഷ്ടം. എന്തായാലും നോൺ വെജ് എങ്കിലും ഒഴിവാക്കിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉള്ളി, വെളുത്തുള്ളി അതൊക്കെ ഒഴിവാക്കുക. ഭഗവാനെ പ്രാർത്ഥിക്കുക. ഉള്ളിയും വെളുത്തുള്ളിയും രജസ്സ സ്വഭാവങ്ങളുള്ള ഭക്ഷണമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനകത്തേക്ക് നമ്മൾ സമർപ്പിക്കുന്ന ആഹാരങ്ങൾക്കൊന്നും തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കാറില്ല. നിങ്ങൾ ഗുരുവായൂരൊക്കെ പോയിക്കോളൂ, അവിടെ നമ്മൾ ഊണ് കഴിക്കും അല്ലേ? അവിടെ ഊണ് കഴിക്കുന്നതിനകത്ത് നിങ്ങൾ സാമ്പാറും രസകാളനും ഒക്കെ കഴിക്കാറുണ്ട്. പക്ഷെ അതിലൊന്നും ഉള്ളിയും വെളുത്തുള്ളിയും ഇല്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നാമം ജപിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. ക്ഷേത്ര ദർശനം ചെയ്യുന്ന എല്ലാവരും അന്നത്തെ ദിവസം ഒരു കവർ പാലെങ്കിലും മേടിച്ചു കൊണ്ട് കൊടുത്തിട്ട് പാലഭിഷേകം ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ വളരെ വിശേഷമാണ് അന്നേ ദിവസം ഭഗവാന് പാലഭിഷേകം ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.